ഇടിച്ചു കയറുകയും നമ്മുടെ ആത്മാവിരിക്കുന്ന സ്ഥലത്ത് അവർ കയറി പിടിക്കുകയും അവിടെ പിന്നെ അവരായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ സ്ലോലി അത് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സോള് എന്താണോ നിശ്ചയിക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുക. ഇവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതാണ് അവിടെ നടക്കുക. അപ്പോൾ നമ്മുടെ ബോഡി ശരിക്കും പാകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സോളിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവറ്റകൾ ഒന്നോ രണ്ടോ അല്ല വരിക, ധാരാളം ഇടിച്ചു കയറും അല്ലെ. ഇപ്പോൾ ഒരു വീടിന് നല്ലൊരു വേലി ഉണ്ടെങ്കിൽ ആ വേലിനെ ഇടിച്ചു പൊളിച്ച് കളയാനൊന്നും മറ്റുള്ള ജീവികൾക്ക് സാധിക്കില്ല. ആ സമയത്ത് ആ വേലിക്ക് ഒരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പൊളിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പന്നിക്കൂട്ടങ്ങളോ കുറുക്കന്മാരോ പട്ടികളോ പൂച്ചകളൊക്കെ കയറി നമ്മളെ ഉപദ്രവിക്കാൻ വരാം അല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ എനർജി ലെവലിലുള്ള കാര്യമാണ്. ആത്മാവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അതിശക്തമായൊരു വേലിക്കെട്ടാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഈ ഓറയുടെ കനം കുറയുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവറ്റകൾ കൊടാനുകൂടി